ദേ നോക്കി ഇത് കണ്ടോ, ഇത് ഞങ്ങളുടെ വീട്ടിലെ പ്ലാവിൽ ഉണ്ടായിരിക്കുന്ന ചക്കയാണ്. ഇത് മുഴുവനും ദേ താഴെ മുതൽ മുകളിൽ വരെ ഇഷ്ടം പോലെ ചക്ക ഉണ്ടായിട്ടുണ്ട്. കണ്ടോ, ഇഷ്ടം പോലെ ചക്ക. ദേ ഇന്ന് നമ്മൾ ഈ ചക്ക പറിക്കാനായിട്ട് ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള ഒരു ബായിനെ വിളിച്ചിരിക്കുകയാണ്. ഈ ബായിനെയാണ് ഞങ്ങൾ എന്തെങ്കിലുമൊക്കെ ഇവിടെ ചക്ക അതുപോലെ ഒരു പുളിമരം ഉണ്ട്, ആ പുളിയൊക്കെ പഴുക്കുമ്പോഴൊക്കെ പറിക്കാനായിട്ട് ഞങ്ങൾ ഈ ബായിയാണ് വിളിക്കുന്നത്. ഈ ബായി വന്നാണ് ഞങ്ങൾക്ക് പുളി ഒരുക്കി തരുന്നതും ചക്ക ഇട്ട് തരുന്നതൊക്കെ. ഇതേ ബായി അതിൻ്റെ മുകളിൽ കയറിയിട്ട് ഇതേ കണ്ട കയറ് കെട്ടി ഓരോ ചക്കയും കേടുപാടൊന്നും കൂടാണ്ട് പതുക്കെ താഴേക്ക് ഇറക്കിത്തരും. ഞാനത് കയറിൽ പിടിച്ച് വലിച്ച് ഒന്നും പറ്റാതെ പതുക്കെ താഴെ വയ്ക്കും. താഴെ വെച്ച് അതിൻ്റെ കെട്ടഴിച്ചെടുക്കും. അപ്പോൾ നമുക്ക് ചക്ക പഴുക്കുന്ന സമയത്ത് നല്ല നീറ്റായിരിക്കും. മുകളിൽ താഴത്തേക്ക് വെട്ടിയിട്ടുണ്ടെങ്കിൽ അത് താഴെ വീണ് കഴിയുമ്പോഴത്തേക്കും അതിൻ്റെ ആ വീഴുന്ന ഭാഗമെല്ലാം ചതഞ്ഞു പോവും, പഴുക്കുമ്പോൾ ആ ഭാഗമെല്ലാം ചീഞ്ഞു പോവും. മനസ്സിലായോ? ഇതിപ്പോൾ ഒന്നും പറ്റാതെ നമ്മൾ താഴത്ത് കയറ് കെട്ടി ഇറക്കി കഴിയുമ്പം ഒരു കുഴപ്പമുണ്ടാവില്ല. പഴുത്ത് കഴിയുമ്പോൾ നമുക്ക് ആ ചക്ക ഫുൾ നമുക്ക് അതുപോലെ തന്നെ കിട്ടും. ദേ നോക്കി ചക്ക അങ്ങനെ ഇട്ട് കഴിഞ്ഞു. ഈ ചക്ക എല്ലാം നമ്മളിവിടെ ഇങ്ങനെ നിരത്തി വെച്ചിരിക്കുകയാണ് കണ്ടോ. അപ്പോൾ ഇനിയിപ്പം ആരെങ്കിലുമൊക്കെ വരും, ആവശ്യക്കാർക്കൊക്കെ നമ്മൾ കൊടുക്കും. വെറുതെയാണ് കൊടുക്കുന്നത്, ഫ്രീ ആയിട്ട് എല്ലാവർക്കും കൊടുക്കും. നമ്മുടെ അയലക്കത്തുള്ള ആൾക്കാർക്കൊക്കെ നമ്മൾ ഫ്രീ ആയിട്ട് കൊടുക്കും. ഇതിൽ നിന്ന് 1-2 നമ്മളെടുക്കും, ഞങ്ങളെടുത്ത് ഞങ്ങളും പഴുപ്പിച്ച് തിന്നും. അങ്ങനെ ഈ ചക്ക എല്ലാം 2 ദിവസം കൊണ്ട് ഈ ചക്ക എല്ലാം ഇപ്പോൾ ഇവിടെ നിന്ന് കാര്യമായി പോയിക്കോളും. എല്ലാവരും നമ്മൾ വിളിച്ച് പറയും ചക്ക ഇട്ട് വെച്ചിട്ടുണ്ടെന്ന് പറയുമ്പോഴത്തേക്കും ഓരോരുത്തരും വന്ന് അവരവർക്ക് ഇഷ്ടമുള്ളത് അവരവരെടുത്തുകൊണ്ട് പോകും. 2-3 എടുത്ത് നമ്മളും വയ്ക്കും. അത് ചിലപ്പം നമ്മൾ പഴുത്ത് കഴിയുമ്പോൾ നമ്മളത് കഴിക്കും. ഇത് പിന്നെ പഴുത്ത് കഴിഞ്ഞ് അത് ഉലിഞ്ഞിട്ട് ഞങ്ങൾ കഴിക്കുന്ന സമയത്ത് ഞാൻ വേറെ ഒരു വീഡിയോ എടുത്ത് പോസ്റ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ അതുവരേക്കും ടാറ്റാ.